പ്രിയപ്പെട്ടവരെ, പാട്ടിൻ്റെ വഴി 6-ാം ലക്കം. ഇന്ന് പാട്ടിൻ്റെ വഴിയിൽ നമുക്കൊപ്പം ചേരുന്നത് ഗ്രാമീണത്തിൻ്റെ 2 പ്രിയപ്പെട്ട അംഗങ്ങളാണ്. ശ്രീമതി സൗമ്യയും ശ്രീ സുനീഷ് സുഗതൻ. സൗമ്യ നമ്മുടെ ഗ്രാമീണ എക്സിക്യൂട്ടീവ് അംഗമാണ്, അധ്യാപികയാണ്, ഗായികയാണ്. സുനീഷ് സുഗതൻ നല്ലൊരു ചിത്രകാരനും ഗായകനുമാണ്. ശ്രീമതി സൗമ്യയെ വളരെ സ്നേഹത്തോടെ ഞാൻ നമ്മുടെ പാട്ടിൻ്റെ വഴിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു സർ. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് മലയാള സിനിമ ചലച്ചിത്ര ഗാനങ്ങളിലേക്ക് ഒരുപാട് സംഭാവന നൽകിയ ശ്രീ രാഘവൻ മാസ്റ്ററെയാണ്. നാടൻ ശീലുകൾ മലയാള സിനിമാ ഗാനങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ച സംഗീതകാരനാണ് രാഘവൻ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചലച്ചിത്രം പൊൻകുന്നം വർക്കിയുടെ കതിര് കാണാക്കിളി എന്ന ചിത്രമായിരുന്നു. കതിര് കാണാക്കിളി എന്ന് പറയുന്ന ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് സംഗീതം ഒരുക്കിയതെങ്കിലും അത് പക്ഷേ ആ ചിത്രം വെളിച്ചം കണ്ടില്ല. 1954 ഇലക്കുയിൽ വരുന്നത്. അന്ന് വരെ മലയാളി കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സിനിമയും അതുപോലെ സിനിമാ ഗാനങ്ങളുമായിരുന്നു അതിലുണ്ടായിരുന്നത്. പി ഭാസ്കരനും രാഘവൻ മാസ്റ്ററും ചേർന്ന് ഒരു പുതിയൊരു ഭാവുകത്വം തന്നെ മലയാള സിനിമാ ഗാനശാഖയ്ക്ക് നൽകി എന്ന് നമുക്ക് പറയാൻ കഴിയും. VT മുരളി സാറ് പറയുകയുണ്ടായി, നീലക്കുയിലിന് മുൻപ് 462 സിനിമാ ഗാനങ്ങളാണ് മലയാള ചലച്ചിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. 463ാമത്തെ ഗാനമായി എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന് കല്ലാണ് കരിങ്കല്ലാണി നെഞ്ചിലെന്ന്. ഈ ഒരു ഗാനം 463ാമത്തെ ഗാനമായി വന്ന ഈ എല്ലാരും ചൊല്ലണ് മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ഗതി മാറ്റിയ ഒരു ഗാനമാണ് എന്ന് പറയാം. അതെ അതെ അതെ. അതുപോലെ തന്നെ ഇന്നും മലയാളികളുടെ ചുണ്ടിൽ തത്തി കളിക്കുന്ന ഒരു ഗാനമാണ് കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലൂക്കിയ സുന്ദരി. ഈ ഒരു ഗാനം അതെ അതെ, അത് ഒരർത്ഥത്തിൽ ഒരു മതവിഭാഗത്തിൻ്റെ അടയാളമായി കരുതിയിരുന്ന മാപ്പിളപ്പാട്ടുകളെ കേരളീയ സംഗീതം ആക്കി മാറ്റുന്നതിൽ, ആ നിലയിലേക്ക് മാപ്പിളപ്പാട്ടുകളെ മാറ്റുന്നതിൽ ഈ പാട്ട് വഹിച്ച പങ്ക് വളരെ വലുതാണ്. എന്നാൽ നമുക്ക് ആ പാട്ടൊന്ന് കേട്ടാലോ? തീർച്ചയായും. ഈ ഒരു ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നത് ഗ്രാമീണത്തിൻ്റെ പ്രിയപ്പെട്ട അംഗവും കലിക ന്യൂസിൻ്റെ സാരഥിയുമായ പ്രഭാകരൻ ചേട്ടനാണ്. പ്രഭാകരൻ നമുക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലൂക്കിയ സുന്ദരി പെണ്ണു കേട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലൂക്കിയ സുന്ദരി പെണ്ണു കേട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. കണ്ണിനാലെന്റെ കരളിനുരുളിയിലെണ്ണ കാച്ചിയ നൊമ്പരം കൽപ്പിലറിഞ്ഞപ്പോൾ ഇന്ന് ഞമ്മള് കയറ് പൊട്ടിയ പമ്പരം. ചേരിൽ നിന്നു വളർന്നു പൊന്തിയ കൂറി നിന്നുടെ കയ്യിനാൽ നെയ്ച്ചോറ് വെച്ചത് തിന്നുവാൻ കൊതിയേറെയുണ്ടെന്ന് നെഞ്ചിലായി. പമ്പഴും നിന്റെ പുരിക കൊടിയുടെ അമ്പ് കൊണ്ടു ഞരമ്പുകൾ അമ്പി പൊട്ടിയ ചീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞു പോ. കുടവുമായി പുഴ കടവിൽ വന്നെന്നെ തടവിലാക്കിയ പൈങ്കിളി ഒടുവിലി എന്റെ സങ്കട പുഴ തടവിലാ കരുതിക്കളി. വേറെയാണ് വിചാരമെങ്കിലും നേരമായത് ചൊല്ലുവാൻ വെറുതെ ഞാനും നിന്നെയും വെയിലത്ത് കയലും കുത്തി നടക്കണ്.
കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലൂക്കിയ സുന്ദരി പെണ്ണുകെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നെറുക്കിനു ചേർക്കണേ. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ ഈ ഒരു പാട്ട് ഗ്രാമീണത്തിന് വേണ്ടി വളരെ ഗംഭീരമായി തന്നെ പ്രഭാകരൻ പാടിത്തന്നു. ഈ പാട്ട് സിനിമയിൽ പാടിയിരിക്കുന്നതും രാഘവ മാസ്റ്റർ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ആ പാട്ട് പാടാനൊരു കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ നിർമ്മാതാവ് പരീക്കുട്ടി സാഹിബ് അദ്ദേഹത്തിൻ്റെ നിർബന്ധമായിരുന്നു. ഇത് ഈ പാട്ട് രാഘവ മാസ്റ്റർ പാടി ഒരാളിനെ പഠിപ്പിക്കുന്ന കേട്ടപ്പോൾ എൻ്റെ നിർമ്മാതാവായിട്ടുള്ള പരീക്കുട്ടി സാഹിബ് പറഞ്ഞു, ഈ പാട്ട് രാഘവ മാസ്റ്റർ തന്നെ പാടിയാൽ മതി എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് രാഘവ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് പരീക്കുട്ടി പറഞ്ഞതുപോലെ ആ പാട്ട് ഹിറ്റായി. ആ പാട്ട് എൻ്റെ ജീവിതത്തിൽ വച്ചു നീട്ടിയ സൗഭാഗ്യങ്ങൾ ചെറുതായിരുന്നില്ല എന്നാണ് രാഘവ മാസ്റ്റർ പറഞ്ഞിട്ടുള്ള ആ പാട്ടിനെ കുറിച്ച്. ശരി, ഇനി നമ്മുടെ രാഘവ മാസ്റ്ററുടെ ജീവിത വഴികളിലേക്ക് വരികയാണെങ്കിൽ 1913 ഡിസംബർ 2 തലശ്ശേരിയിലെ തലായി എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. കൃഷ്ണൻ നാരായണി ദമ്പതികളുടെ പുത്രനായി. പക്ഷേ 2ാമത്തെ വയസ്സിൽ തൻ്റെ മാതാവിൻ്റെ വിയോഗം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. ബാല്യ കൗമാരത്തെയൊക്കെ ഒരുപാട് അത് ബുദ്ധിമുട്ടിൽ ആക്കിയിട്ടുണ്ട്. അദ്ദേഹം ജനിച്ചത് എന്ന് പറയുന്ന ഒരു അരയ സമുദായത്തിലായത് മത്സ്യബന്ധനം ജീവിത മാർഗമായിട്ട് ഉള്ള ഒരു അരേ സമുദായ അംഗമായിട്ടാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൃഷ്ണൻ സംഗീതത്തോട് വളരെ താല്പര്യമുള്ള ആളായിരുന്നു. അദ്ദേഹം അവരുടെ മതപരമായിട്ടുള്ള ചടങ്ങുകളിലൊക്കെ സ്തോത്ര ഗീതങ്ങളൊക്കെ പാടുകയും അതുപോലെ തന്നെ കല്യാണ വീടുകളിലൊക്കെ പാടാൻ പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം നമ്മുടെ കൊച്ച് രാഘവൻ മാസ്റ്റർ കൂടി പോവുകയും അത്തരത്തിൽ അദ്ദേഹത്തിലെ ഈ സംഗീതം വളർത്തിയെടുത്തതിൽ അദ്ദേഹത്തിൻ്റെ പിതാവിന് വളരെയധികം പങ്കുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവിനെ എന്താണ് അദ്ദേഹത്തിൽ നിന്നാണ് ബാലപാഠങ്ങൾ പഠിച്ചതെന്ന് നമുക്ക് പറയാം. എന്നാൽ സംഗീതത്തിന്റെ ഔദ്യോഗികമായ പാഠങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രീയമായി പഠിച്ചത് തിരുവങ്ങോട് നാരായണ അയ്യരിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ ഗുരു, സംഗീത ഗുരു തിരുവങ്ങോട് നാരായണ അയ്യരാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ശേഷമൊക്കെ ഉള്ളൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ഒരു യാത്രയിലായിരുന്നു അല്ലേ. സംഗീതകാരൻ മാത്രമല്ല, അദ്ദേഹം ഒരു ഫുട്ബോൾ പ്ലെയർ കൂടിയായിരുന്നു. കാൾടെക്സ് ടീമില്, ബോംബെയുടെ കാൾടെക്സ് ടീമിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് 1938 അത് മദ്രാസിലെ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒരു തമ്പുരു ആർട്ടിസ്റ്റ് ആയിട്ടാണ്. അതിനുശേഷം 42 തൊട്ട് 50 വരെയുള്ള കാലഘട്ടം അദ്ദേഹം ഡൽഹി നിലയത്തിലായിരുന്നു. 50 അദ്ദേഹം കോഴിക്കോട് വരുന്നത്. അപ്പോൾ അന്ന് വരെ ഈ ക്ലാസിക്കൽ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിരുന്ന രാഘവ മാസ്റ്റർ ശരിക്കും ആ ലളിത സംഗീതത്തിന്റെ പാതയിലേക്ക് വരുന്നത് കോഴിക്കോട് നിലയത്തിൽ വന്നുകൊണ്ടുകൂടിയാണ്. കാരണം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, കോഴിക്കോട് അന്നത്തെ നിലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഭാസ്കരൻ, അക്കിത്തം, അതുപോലെ തന്നെ നമ്മുടെ തിക്കോടിയൻ, ഇങ്ങനെയുള്ള ഒരുപാട് പേര്, അതുപോലെ ഉറൂബ്, ഇത്തരത്തിൽ ഒരുപാട് പേര് ഉള്ള ഒരു സമ്പന്നമായൊരു കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ ആ കാലഘട്ടം അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു പാട്ടിലേക്ക് വന്നാലോ? തീർച്ചയായും. അടുത്തത് രാഘവ മാസ്റ്ററുടെ വലിയൊരു സംഭാവനയാണ്, മലയാള സിനിമ ചലച്ചിത്ര ഗാനശാഖയിലേക്കുള്ള ഒരു വലിയൊരു സംഭാവനയാണ് ഈ ഒരു ഗാനം. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഗാനം കൂടിയാണ്. മഞ്ഞണിപ്പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വച്ചു നീരാടുമ്പോ. മൊത്തം പാടണ്ട കേട്ടോ, അത് പാടാൻ വേറൊരാളുണ്ട്. കൃഷ്ണ നമുക്ക് ഈ പാട്ട് പൂർണ്ണമായിട്ടും കൃഷ്ണ പാടിത്തരും.
എന്നോടെ മുടിക്കെട്ടിൽ മുല്ലപ്പൂ ചൂടിച്ച വിരുന്നുകാരാ എള്ളെണ്ണ മണം വീശും എന്നോടെ മുടിക്കെട്ടിൽ മുല്ലപ്പൂ ചൂടിച്ച വിരുന്നുകാരാ ധനുമാസം പൂക്കൈത മലർ ചൂടി വരുമ്പോൾ ഞാൻ അങ്ങയെ കിനാവു കണ്ട് കൊതിച്ചിരിക്കും മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വെച്ചു നീരാടുന്നു മഞ്ഞണി പൂനിലാവ്. പാതിരാമുല്ലകൾ തൻ വിരലിങ്കൽ പൗർണമി മോതിരമണിക്കും മലർമാസത്തിൽ താന്നിയൂരമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമരമാലയുമായി ചിങ്ങമെത്തുമ്പോൾ ഒരു കൊച്ചു പന്തലിൽ ഒരു കൊച്ചു മണ്ഡപം പുളിയിലക്കരമുണ്ടും കിനാവു കണ്ടേ മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വെച്ചു നീരാടുമ്പോൾ മഞ്ഞണി പൂനിലാവ്. കൃഷ്ണ ശരിക്കും മഞ്ഞണി നിലാവ് പെയ്യിക്കുക തന്നെ ചെയ്തു. വളരെ സുന്ദരമായിട്ടാണ് ആ പാട്ട് പാടിയത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സുനീഷ് ജി നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാഗതം സുനീഷ് ജി. രാഘവ് മാസ്റ്ററുടെ പാട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ രാഗി മിനുസപ്പെടുത്തിയ ശബ്ദങ്ങളെ മാത്രമല്ല അദ്ദേഹം ആശ്രയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം നീലക്കുയിലിൽ അതിലെ നായിക എന്ന് പറയുന്നത് ഒരു നാടൻ സ്ത്രീയാണ്, വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തൊരു കർഷക സ്ത്രീയാണ്. അവർക്ക് വേണ്ടി അദ്ദേഹം കണ്ടെത്തിയ ശബ്ദം ജാനമ്മ ഡേവിഡിൻ്റേതായിരുന്നു. അതെ, അവരന്ന് ആകാശവാണി മദ്രാസിൽ ജോലി ചെയ്യാണ്. അതുപോലെ അതിലെ മറ്റ് പാട്ടുകാരെന്ന് പറയുന്നത് കോഴിക്കോട് അബ്ദുൽ ഖാദർ, മെഹബൂബ്, രാഘവ മാസ്റ്റർ തന്നെയും അതിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതിയുള്ള കഥാപാത്രത്തിന് ചേർന്ന ശബ്ദങ്ങൾ വേണം എന്നുകൂടി ആഗ്രഹിച്ചിരുന്ന ഒരു സംഗീത സംവിധായകനാണ് രാഘവ മാസ്റ്റർ. അതുപോലെ തന്നെ ഒരുപാട് പുതിയ ഗായകരെ കൊണ്ടുവന്ന ഒരു സംഗീത സംവിധായകനാണ്. അതിൽ ആദ്യം പറയേണ്ടത് തന്നെ ബ്രഹ്മാനന്ദനെ അദ്ദേഹം കണ്ടെത്തുന്നതെന്ന് പറയുന്നത് തിരുവനന്തപുരം ആകാശവാണിയിൽ ഒരിക്കൽ യുവ ഗായകരുടെ ഒരു മത്സരം നടക്കും. അതിൽ ജഡ്ജിമാരിൽ ഒരാളായിരുന്നു രാഘവ് മാസ്റ്റർ. അപ്പോൾ രാഘവ് മാസ്റ്റർ അപ്പോൾ തന്നെ ഈ ഗായകനെ ശ്രദ്ധിച്ചു. അപ്പോൾ അദ്ദേഹം മനസ്സിൽ കുറിച്ചു, ഇദ്ദേഹത്തെ കൊണ്ട് ഞാൻ സിനിമയിൽ പാടിക്കുമെന്ന് അദ്ദേഹം അപ്പം മനസ്സിൽ കുറിച്ചു. എന്നിട്ട് കള്ളിച്ചെല്ലമ്മയുടെ വർക്ക് നടക്കുന്ന സമയത്ത് അതിൻ്റെ നിർമ്മാതാവായിട്ടുള്ള ശോഭന പരമേശ്വരൻ നായരോട് പറഞ്ഞു, പരമു, ഈ കള്ളിച്ചെല്ലമ്മയിലെ കരിമുകിൽ കാട്ടിലെ എന്നുള്ള പാട്ട് ജയേന്ദ്രനെ കൊണ്ടായിരിക്കും നമ്മൾ പാടിക്കും, പക്ഷേ മറ്റേ പാട്ട് ഞാൻ ഒരു യുവ ഗായകന് കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് മാസ്റ്ററുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പം തന്നെ ആ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് ജി വിവേകാനന്ദന് വന്ന് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ അനൗൺസറായിട്ട് ജോലി ചെയ്യാണ്. അദ്ദേഹത്തെ അപ്പം അറിയിച്ചു. അങ്ങനെയാണ് ബ്രഹ്മാനന്ദന് വന്നിട്ട് ആ പാട്ട് പാടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ആദ്യ പാട്ട് അറിയാമല്ലോ, തീർച്ചയായും. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വേറെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിൽ ഈ ആദ്യ പാട്ട് തന്നെ ജനങ്ങളെ മുഴുവൻ ആകർഷിച്ചൊരു പാട്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ആ സിനിമയിലാണ് MG രാധാകൃഷ്ണൻ പിന്നീട് ലളിത സംഗീതത്തിനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ സിനിമാ സംഗീത സംവിധാനം ഈ നിലയിലേക്കൊക്കെ മാറിയ
MG രാധാകൃഷ്ണൻ ആദ്യമായിട്ട് പാടുന്നതും ഇതേ ചിത്രത്തിലാണ്. ആ പാട്ട് എന്ന് പറയുന്നത് ഉണ്ണിഗണപതിയെ വന്ന് വരം തരുമോ, അത് കോറസാണ്. അത് ആൻഡോയും കോറസും ഒക്കെ ആയിട്ട് ചേർന്ന്. എന്നാലും അദ്ദേഹവും തുടക്കം കുറിച്ചത് അതിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉദയഭാനു, KP ഉദയഭാനുവിനെയും ആദ്യമായി പാടിക്കുന്നത് രാഘവൻ മാസ്റ്ററാണ്. അത് നായര് പിടിച്ച് പിലുവാല് എന്ന് പറയുന്ന സിനിമയിലായിരുന്നു. അത് അവര് രണ്ടുപേരും ഒന്ന് കോഴിക്കോട് ആകാശവാണിയിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തെയും കൂട്ടി മദ്രാസിലെത്തുന്നു. മദ്രാസിലപ്പോൾ ആ സിനിമയുടെ നിർമ്മാതാവ് എന്ന് പറയുന്ന മലയാള സിനിമയിലെ തന്നെ ഏറ്റവും മാന്യനായ നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന T. വാസുദേവനാണ്. പക്ഷേ അവിടെ ചെന്നതിന് ശേഷം ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ടും റെക്കോർഡിങ്ങിനെ സംബന്ധിച്ചൊന്നും കാര്യങ്ങൾ നടക്കണില്ല. അപ്പോൾ രാഘവൻ മാസ്റ്റർ ചോദിച്ചു എന്താണ് താമസം വരുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു എനിക്ക് ഒരു പുതിയ ഗായകനെ കൊണ്ട് പാടിക്കുന്നതിനേക്കാളും AM രാജ പാട്ടുകൾ പാടുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞപ്പോൾ രാഘവൻ മാസ്റ്റർ അവിടെ ഒന്ന് ക്ഷുഭിതനായി. രാഘവൻ മാസ്റ്റർ പറഞ്ഞു നിങ്ങളിതിൻ്റെ നിർമ്മാതാവാണ്, പക്ഷേ ഒരു സിനിമയെ സംബന്ധിച്ച് എൻ്റെ ഗാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആര് പാടണം എന്നുള്ള ഒരു തീരുമാനത്തിൽ സംഗീത സംവിധായകനും പങ്കുണ്ട്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഉദയഭാനുവിനെ കൊണ്ട് പാടിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ വാങ്ങിച്ച അഡ്വാൻസ് തിരിച്ചു തരികയാണ്. ആ ഒരു ഭീഷണി വന്നപ്പോഴത്തേക്ക് പിന്നെ ടി വാസുദേവൻ്റെ ഏറ്റവും നല്ല നിർമ്മാണം, എന്നാൽ അദ്ദേഹത്തിൻ്റെ താല്പര്യം മാത്രമാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ പിന്നെ അതിന് വഴങ്ങുമായിരുന്നു. അങ്ങനെയാണ് KP ഉദയഭാനു ആദ്യമായിട്ട് സിനിമയിൽ പാടുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് ഒരുപാട് സിനിമയിൽ KP ഉദയഭാനു പാടിയിട്ടുണ്ട്. ഇപ്പോൾ രമണിലേക്ക് പാട്ടുകൾ, രമണിലൊരു സുനിശ്ചിത ഫേവറേറ്റ് സോങ് ഉണ്ടല്ലോ, വെള്ളി നക്ഷത്രം, അതിൻ്റെ ഒരു 2 വരി. ഓക്കെ. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളിത്തുളുമ്പുകയിന്നീ മാമക ചിത്തത്തിലെന്നും ഇല്ലാമാതക വ്യാമോഹമൊന്നും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ക്ലാസിക് ഫിലിംസ്, ഒരുപാട് ക്ലാസിക് ഫിലിംസുമായിട്ട് സഹകരിക്കാൻ രാഘവൻ മാസ്റ്റർക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ MTയുടെ നിർമാല്യം അല്ലേ, നിർമാല്യത്തിലെ അതിലെ പാട്ടുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് രാഘവൻ മാസ്റ്ററാണ്. അതിലെ പല പാട്ടുകളും എഴുതിയിരിക്കുന്നത് നമ്മുടെ ഇടശ്ശേരിയാണ്. ഇടശ്ശേരി തന്നെ എഴുതിയ അതിലെ ഒരു പുള്ളുവൻ പാട്ടുണ്ട്, വളരെ ശ്രദ്ധേയമായിട്ടുള്ള പാട്ട് ഏതെന്ന് അറിയാലോ? അത് ശ്രീ മഹാദേവൻ തന്റെ. അതൊന്ന് പാടുമോ? തീർച്ചയായും പാടാം. ശ്രീ മഹാദേവൻ തന്റെ ശ്രീ പുള്ളൂർ കുടം കൊണ്ട് ഓമന ഉണ്ണീടെ നാവേറ് പാടുന്നേ, ഓമന ഉണ്ണീടെ നാവേറ് പാടുന്നേ. നന്നായിട്ട് പാടിയിട്ടോ. അപ്പോൾ അതുപോലെ വേറെയൊക്കെ ഒരുപാട് ക്ലാസിക് ഫിലിംസ് വരുന്നു. ഇപ്പോൾ G. അരവിന്ദൻ്റെ ഫസ്റ്റ് ഫിലിം ഉത്തരായണത്തിൻ്റെ സംഗീത സംവിധായകൻ രാഘവൻ മാസ്റ്ററാണ്. അതിൽ കുമാരുള്ള സാറിൻ്റെ ഒരു പാട്ടുണ്ട്, ഒരു അതിൽ ഒന്നിലധികം പാട്ടുകളുണ്ട്, എന്നാൽ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ പാട്ട് അതാണ്. ഏതാണെന്ന് ഓർക്കാം? അത് ഹൃദയത്തിൻ രോമാഞ്ചം. അതിലൊരു 2 വരി. ഹൃദയത്തിൻ രോമാഞ്ചം സ്വരരാഗംഗയായി പകരുന്ന മണിവീണ മൂകമായി. അപ്പൊ ഈ പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് നിൽക്കുന്ന നമുക്കറിയാലോ, എന്ന് നിൽക്കുന്നു. മാത്രമല്ല ഈ ചില പാട്ടുകളൊക്കെ രാഘവൻ മാസ്റ്ററുടേതാണ് എന്നുള്ളത് കാര്യവും പലർക്കും അറിയില്ല. ഈ പാട്ടുകളൊക്കെ അദ്ദേഹത്തിൻ്റെതാണ്. മനോഹരമായ ഗാനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ. ഇനി നമുക്കൊരു പാട്ട് പൂർണ്ണമായിട്ട് കേട്ടാലോ? അത് വയലാറിൻ്റെതാണ് ആ പാട്ട്. കൊടുങ്ങല്ലൂരമ്മ എന്ന് പറയുന്ന സിനിമയിലെ മഞ്ജു ഭാഷിണി എന്നുള്ള പാട്ട്, അത് രാഹുൽ മാധവാണ് നമുക്ക് വേണ്ടിയിട്ട് പാടുന്നത്. നമുക്ക് രാഹുൽ മാധവനെ സ്വാഗതം ചെയ്യാം. തീർച്ചയായും. മഞ്ജുഭാഷിണി മഞ്ജുഭാഷിണി മണിയറ വീണയിൽ മയങ്ങിയുണരുന്നതേതൊരു രാഗം, ഏതൊരു ഗീതം. ഓ മഞ്ജുഭാഷിണി മണിയറ വീണയിൽ
മയങ്ങിയുണരുന്നതേതൊരു രാഗം ഏതൊരു ഗീതം ഓ മഞ്ജുഭാഷ്യം നാദസിരകളിൽ പ്രിയദർശിനി നിൻ മോതിര കൈവിരൽ ഒഴുകുമ്പോൾ നാദസിരകളിൽ പ്രിയദർശിനി നിൻ മോതിര കൈവിരൽ ഒഴുകുമ്പോൾ താനേ പാടാത്ത തന്ത്രികളുണ്ടോ താളം പിടിക്കാത്ത ഹൃദയമുണ്ടോ മഞ്ജുഭാഷിണി മണിയറ വീണയിൽ മയങ്ങിയുണരുന്നതേതൊരു രാഗം ഏതൊരു ഗീതം ഓ മഞ്ജുഭാഷിണി രാഗസരസിതേ പ്രാണസഖീനിൻ രാജീവ നയനങ്ങൾ വിടരുമ്പോൾ രാഗസരസിതേ പ്രാണസഖീനിൻ രാജീവ നയനങ്ങൾ വിടരുമ്പോൾ വാരിച്ചൂടാത്ത മോഹങ്ങളുണ്ടോ കോരിത്തരിക്കാത്ത സ്വപ്നങ്ങളുണ്ടോ മഞ്ജുഭാഷിണി മണിയറ വീണയിൽ മയങ്ങിയുണരുന്നതേതൊരു രാഗം ഏതൊരു ഗീതം ഓ മഞ്ജുഭാഷിണി മഞ്ജുഭാഷിണി നമ്മുടെ രാഹുൽ മാധവ് നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു രാഹുൽ. വയലാറിനെ സംബന്ധിച്ചിടത്തോളം വയലാർ ആദ്യമായിട്ടൊരു സിനിമയ്ക്ക് വേണ്ടി എഴുതുന്നത് കൂടപ്പിറപ്പ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചതും രാഘവ് മാഷാണ്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. വയലാറിൻ്റെ ആദ്യ പാട്ടുകൾ ട്യൂൺ ചെയ്യാനുള്ള അവസരം കിട്ടുന്നത് രാഘവ് മാഷാണ്. പിന്നെ പി ഭാസ്കരനെയും രാഘവ് മാഷിനെയും സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് നഗരം എന്ന് പറയുന്ന അവർക്ക് എന്താ പറയുക ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. അത് ശരിക്കും പ്രകടമായൊരു പാട്ടാണ്. നഗരമേ നന്ദി എന്ന് പറയുന്ന സിനിമയിലൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ട് നഗരം നഗരം അതെ അതൊന്ന് പാടും. നഗരം നഗരം മഹാസാഗരം മഹാസാഗരം കളിയും ചിരിയും മേലേ ചളിയും ചുഴിയും താഴെ പുറമേ പുഞ്ചിരി ചൊരിയും സുന്ദരി പിരിയാൻ വിടാത്ത കാമുകി പിരിയാൻ വിടാത്ത കാമുകി. ഈ പിരിയാൻ വിടാത്ത കാമുകി കോഴിക്കോട് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സത്യൻ മാഷിനെ എടുത്തു കഴിഞ്ഞാൽ സത്യൻ മാഷ് എന്ന് പറയുന്ന അതുല്യനായൊരു നടനാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് പാട്ട് രംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ നമ്മുടെ നസീർ പ്രേം നസീറൊക്കെ പാടുന്നത് പോലെ അത്രയും ലാഘവത്തോടെ പാടാനായിട്ട് സത്യൻ മാഷ്ക്ക് കഴിയാറില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ട്. പക്ഷെ അതിൽ നിന്ന് അതിനൊരു അപവാദം എന്ന് പറയാവുന്ന ഒരു പാട്ടാണ് പൂർണേന്ദുമുഖിയോടമ്പലത്തിൽ സിനിമ. ആ പാട്ട് രംഗം കണ്ടിട്ടുണ്ടോ? വളരെ കുരുക്ഷേത്രം അതിലെ വളരെ അനായാസമായിട്ടാണ് അദ്ദേഹം അതിൽ പാടി അഭിനയിക്കുന്നത്. ആ പാട്ട് നമുക്കൊന്ന് പൂർണേന്ദുമുഖിയോടമ്പലത്തിൽ വച്ചു പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു
കൺമണി അതു കേട്ടു നാണിച്ചു നാണിച്ചു കാൽനഖം കൊണ്ടൊരു വരച്ചു. അതുപോലെ പി ജയചന്ദ്രൻ രാഘവ മാസ്റ്ററുടെ ഒരുപാട് പാട്ടുകൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പാട്ടുകൾ ഉൾപ്പെടെ പാടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പാട്ടുകളിൽ ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഉമ്മാച്ചുവിലെ ഒരു പാട്ടുണ്ട്, ഏകാന്തപഥി. ആ പാട്ടിൻ്റെ ഒരു രണ്ട് വരി. ഏകാന്തപഥികൻ ഞാൻ ഏതോ സ്വപ്രവസന്തവനത്തിലെ ഏകാന്തപഥികൻ ഞാൻ. നല്ല ഫീലുള്ള ഒരു പാട്ടാണ്. അതുപോലെ ശരിക്കും ഒരു ദുഃഖം ഘനീഭവിച്ച് നിൽക്കുന്ന ആ ഒരു ഫീൽ തരുന്നൊരു പാട്ടുണ്ട്, തുറക്കാത്ത വാതിൽ എന്ന് പറയുന്ന സിനിമയിൽ യേശുദാസ് പാർവണേന്ദുവിൻ ദേഹമടക്കി പാതിരാവിൻ കല്ലറയിൽ കരിമുകിൽ കണ്ണീരടക്കിയടക്കി ഒരു തിരി വീണ്ടും കൊളുത്തി. പാവം ഒരു തിരി വീണ്ടും കൊളുത്തി. നന്നായിട്ടാണ് ആ പാട്ട്, എൻ്റെ ആ ഫീൽ ശരിക്കും ഉൾക്കൊണ്ടാണ് സുനീഷ് പാടിയത്. അതുപോലെ തന്നെ ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗൃഹാതുരത ഉണർത്തുന്ന ഒരു പാട്ടുണ്ട്. അത് മുമ്പൊക്കെ നമുക്കറിയാം, ഗൾഫൊക്കെ വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവർ ആശ്രയിച്ചിരുന്ന പട്ടാളത്തിൽ ചേരുക എന്നുള്ളതിലാണ്. അപ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെ വീട് വിട്ടൊക്കെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നാട്ടിനെ കുറിച്ചുള്ള ആ ഗൃഹാതുരത മൊത്തം വരുന്നൊരു പാട്ടാണ്. പി ഭാസ്കരൻ മാഷിൻ്റെ തന്നെയാണ് ആ പാട്ടും. അപ്പോൾ ആ പാട്ട് ഏതാന്ന് ഇപ്പോൾ ഇതിനകം തന്നെ മനസ്സിലായി, നാളികേരത്തിൻ്റെതാണ്. അതെ. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണ കിളിക്കൂടുപോലുള്ളൊരു 4 കാലോല പുരയുണ്ട്, 4 കാലോല പുരയുണ്ട്. ഇപ്പോൾ നമ്മൾ ഹാസ്യഗാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഹാസ്യഗാനങ്ങളുടെ ഒരു പരമ്പര തന്നെ രാഘവ മാസ്റ്റർക്കുണ്ട് എന്ന് മാത്രമല്ല, ആ പാട്ടുകൾ മിക്കവാറും എല്ലാം പാടിയിരിക്കുന്നത് മെഹബൂബാണ്. നമ്മൾ മെഹബൂബിനെ കുറിച്ചൊരു ലക്കം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ പാട്ടുകൾ നമുക്ക് ആ അവസരത്തിൽ നമുക്ക് എടുക്കാം. പിന്നെ അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഘവ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയിട്ടുള്ള പാട്ടുകൾ ഒരു 85% ഭാസ്കര മാസ്റ്റർ, പിന്നെ ഒരു 5-10% വയലാറിൻ്റെ ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ളത് മാത്രമാണ് എല്ലാവരുടെയും കൂടെ ഉള്ളത്. ഇപ്പൊ തന്നെ വയനാടിന്റെ കാര്യം വെച്ചാൽ ആകെ 2 സിനിമകൾക്ക് വേണ്ടിയിട്ടേ അദ്ദേഹം എഴുതി. ഒന്ന് യുദ്ധകാണ്ഡമാണ്, മറ്റൊന്ന് എൻ്റെ നീലാകാശം. ഈ 2 സിനിമകൾക്ക് വേണ്ടി മാത്രമേ അദ്ദേഹം പാട്ടുകൾ ചിട്ടപ്പെടുത്തിയുള്ളൂ, ONV-യുടെ പാട്ടുകൾ. ആ പാട്ട് നമുക്ക് വേണ്ടി പാടിയിരിക്കുന്നത് ഡോക്ടർ ബിജേഷാണ്. അപ്പം നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. ഓക്കെ. സുന്ദര പുഷ്പമേ ശ്യാമസുന്ദര പുഷ്പമേ എൻ്റെ പ്രേമ സംഗീതമാണു നീ. ജാനലീന തിരിപ്പൂ ഞാൻ ഗാനമെന്നേ മറക്കുമോ, എൻ്റെ ഗാനമെന്നിൽ മരിക്കുമോ. വേറെ ഏതോ വിഭജിയിൽ പടം
മലർന്നത് വേറൊരു രാഗമാകുമോ? വേർപെടും ഇണപക്ഷിതൻ ശോകവേണുനാദമായി മാറുമോ? ശ്യാമസുന്ദര പുഷ്പമേ എന്റെ സൂര്യൻ എരിഞ്ഞടങ്ങി ഈ സന്ധ്യ തൻ സ്വർണ്ണമേളയിൽ എന്റെ കുങ്കുമപ്പാടമാകവേ ഇന്നു കത്തിയെരിഞ്ഞു പോ മേഘമായി മേഘരാഗമായി വരൂ ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനലീന നിരിപ്പൂ ഞാൻ ധ്യാനലീന നിരിപ്പൂ ഞാൻ ഗാനമെന്നെ മറക്കുമോ? എന്റെ ഗാനമെന്നെ മരിക്കുമോ? ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനലീന നിരിപ്പൂ ഞാൻ ധ്യാനലീന നിരിപ്പൂ ഞാൻ ഗാനമെന്നെ മറക്കുമോ? എന്റെ ഗാനമെന്നെ മരിക്കുമോ? ശ്യാമസുന്ദര പുഷ്പമേ, ഈ ഒരു ഗാനം അതിൻ്റെ അതേ ഭാവം ഉൾക്കൊണ്ട് തന്നെ ഡോക്ടർ വിജേഷ് നമുക്ക് വേണ്ടി ആലപിച്ചു. ഈ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പിറവിക്ക് പിന്നിലൊരു സംഭവമുണ്ട്. അത് ONV അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ എഴുതി ഞാൻ വായിച്ചിട്ടുണ്ട്. ശരി. അതായത് സലിൽ ചൗധരി സംഗീതം നൽകിയ ശ്യാമമേഘമേ നീയൻ ദൂതുമായി ദൂരെ പോയി വരൂ എന്ന് പറയുന്ന ആ പാട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത് റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ ONV രാഘവ മാസ്റ്ററോട് പറഞ്ഞു. ഇത് വോയിസ് ബൂത്തിൽ നിന്ന് യേശുദാസ് ഈ പാട്ട് പാടുന്നതും അത് കൺസോളിൽ ഇരുന്നുകൊണ്ട് സലിൽ ചൗധരിയുടെ അടുത്ത് ഇരുന്ന് ഈ പാട്ട് കേട്ട ആ ഒരു സന്തോഷത്തെക്കുറിച്ചൊക്കെ ONV രാഘവ മാസ്റ്ററോട് പറയുമ്പോൾ രാഘവ മാസ്റ്റർ ചോദിച്ചു, ഒരു ശ്യാമ എനിക്ക് കൂടി തരാൻ ONVയുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അതൊരു തമാശയായിട്ട് മാത്രമാണ് അപ്പോൾ ONV കാണുന്നത്. പക്ഷെ കൂടുതൽ സംസാരിച്ച മനസ്സിലായില്ല, അത് അദ്ദേഹത്തിന് വളരെ താല്പര്യത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പാട്ടിനെ വളരെ ഭംഗിയായി ചിട്ടപ്പെടുത്തി തരാമെന്നാണ് ONVയോട് പറഞ്ഞത്. അപ്പോൾ ONVയും അതൊരു ഇതായിട്ട് എടുത്തു. എന്നിട്ട് അദ്ദേഹം ഈ ഒരു പാട്ട് എഴുതി കിട്ടിയ ഉടനെ അന്ന് വൈകിട്ട് തമ്പാനൂര് അരിസ്റ്റോ ലോഡ്ജിലിരുന്ന് ഈ പാട്ട് ചിട്ടപ്പെടുത്തി ONVയെ രാഘവ മാസ്റ്റർ കേൾപ്പിച്ചു എന്നുള്ളതാണ്. അതാണ് ഈ ഗാനത്തിന് പിന്നിൽ ഞാൻ കേട്ടുള്ളത്. മറ്റ് അല്ല, ONVയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അദ്ദേഹം തന്നെ ഒരിക്കൽ എഴുതിയിരുന്ന ഒരു കാര്യമാണത്. ചലച്ചിത്ര ഗാനങ്ങൾ മാത്രമല്ല, നിരവധി നാടക ഗാനങ്ങളും, ഒരുപാട് നാടകങ്ങൾ. അതായത് KPSCയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. മറ്റൊരുപാട് നാടക സമിതികളിൽ അങ്ങനെയുള്ള ഒന്ന് രണ്ട് പാട്ടുകളൊന്ന് ഓർമ്മിച്ചെടുക്കാം. തലയ്ക്കുമീതെ ശൂന്യാകാശം പാടാറിയോ അത്? തലയ്ക്കുമീതെ ശൂന്യാകാശം താഴെ മരുഭൂമി. അതുപോലെ തന്നെ മറ്റൊരു പാട്ടില്ലേ, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. പക്ഷെ ഈ പാട്ടുകളുടെ ചെറിയൊരു ദുര്യോഗം എന്താണെന്നറിയാം, ഈ പാട്ടൊക്കെ ദേവരാജൻ മാസ്റ്ററുടേതാണെന്നാണ് ഒരുപാട് ആളുകൾ വിചാരിച്ചിരിക്കുക. അങ്ങനെ ഒരു ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു പാട്ടിലേക്ക് വന്നാലോ? തീർച്ചയായും. അദ്ദേഹത്തിന്റെ മാനത്തെ മഴമുകിൽ മാലകൾ, കണ്ണപ്പനുണ്ണി എന്ന് പറയുന്ന സിനിമയിലാണ് ആ പാട്ട്. ആ പാട്ട് നമുക്ക് വേണ്ടിയിട്ട് പാടുന്നത് ശൈല താഹയാണ്. വളരെ സ്നേഹത്തോടെ ഈ ഒരു ഗാനം ആലപിക്കാൻ ശൈല ചേച്ചിയെ നമുക്ക് സ്വാഗതം ചെയ്യാം.
മാനത്തെ മഴമുകിൽ മാലകളെ വളരെ മധുരമായിട്ട് തന്നെയാണ് ഷൈല പാടിയത്. തീർച്ചയായും, അതെ അതെ. താങ്ക് യു ഷൈല. മലയാള സിനിമ ചലച്ചിത്ര മേഖലയിൽ സംഗീത സംവിധായകർ, നമ്മുടെ സംഗീത സംവിധായകർ, അതെ, ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു രാഘവ മാസ്റ്റർ. അദ്ദേഹം 99 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അതെ. എന്ന് മാത്രമല്ല, അദ്ദേഹം മരിക്കുന്നതിനും ഒരു തൊട്ടു മുമ്പ് എന്ന് പറഞ്ഞ 2 മാസം മുമ്പാണ് അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സംഗീതം ചെയ്തിട്ടുണ്ട്. ബാല്യകാല സഖി. അതിൽ വി ടി മുരളി പാടിയ പാട്ട് അദ്ദേഹമാണ് ചിട്ടപ്പെടുത്തിയത്. അതെ, തീർച്ചയായും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതം ധന്യമായി എന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിച്ചത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് തന്നെ മധുരമീ ജീവിതം എന്നാണ്. ആ ആത്മകഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ശരിക്കു പറഞ്ഞാൽ ഞാൻ വലയെറിഞ്ഞത് കായലിലേക്കല്ല, കടലിലേക്കാണ്, സംഗീതത്തിൻ്റെ കടലിലേക്ക്. കുറേ ചെറിയ മത്സ്യങ്ങൾ കിട്ടി, രുചിച്ചു നോക്കിയവരെല്ലാം നന്നെന്ന് പറഞ്ഞു. അതിപ്പോഴും തുടരുന്നു. ഞാൻ ധന്യനാണ്. ആ ധന്യത ഞാൻ എല്ലാവർക്കുമായി പങ്കുവയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും ആ ജീവിതം ധന്യമായിരുന്നു. അദ്ദേഹത്തിന് പ്രണാമം.